സാധനങ്ങൾ വാങ്ങിയതും പാത്രം പറയുകയാണെങ്കിൽ കടല, പയറ്, പരിപ്പ്, പിന്നെ ഞാൻ ഹായ് പറയാം. 3, 2, 1 ഹായ്. അച്ചാർ വിഷ്ടിക്ക്, അച്ചാറ്, മീനച്ചാർ. നമ്മുടെ മീന എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ വെയിറ്റ്. അപ്പോൾ ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് പോളും റൊമീനയും കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ മീൻ നാട്ടിൽ നിന്ന് എന്താ പാഴ്സൽ കൊറിയറായിട്ട് ലൈക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജസ് എന്തൊക്കെയാണ് കൊണ്ടുവന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. സോ പോളു സ്റ്റാർട്ട്. ഞാൻ ഏകദേശം ഒരു 11 kg അടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ കോസ്റ്റ് ആയെന്ന് പറയുന്നത് 9K ആണ്. 9K എത്രയോ കറക്റ്റായിട്ട് അറിയത്തില്ല. 9K സംതിങ് ആയിട്ടുള്ളൂ എനിക്ക്. ഞാൻ അയച്ചതെന്ന് പറയുകയാണെങ്കിൽ കടല, പയറ്, പരിപ്പ്, പിന്നെ എല്ലാം പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ അയച്ചതെന്ന് പറയുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് ഇടിയർച്ചയാണ് അയച്ചത്. ഇടിയർച്ചയാണ്. പിന്നെ ഷൂസ് ഉണ്ടായിരുന്നു. അച്ചാർ വിഷ്ടിക്ക്, അച്ചാറ്, മീനച്ചാറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 11 കിലോ അല്ലേ? 11 കിലോ ഏകദേശം 100 euro ചാർജ്. അത് നീ പറഞ്ഞത് പാക്കിങ്ങിന് മാത്രം, അതായത് കൊറിയറിന് മാത്രം, കൊറിയർ സർവീസിന് മാത്രം ആണ് ഈ പറഞ്ഞ 11 kg 100 euros. അത് മാക്സിമം 100 euros ആയിട്ടുള്ളൂ. അതായത് അറൗണ്ട് 100 euros. അതിന് താഴെയാണ് നമുക്ക് വന്നിട്ടുള്ളൂ. നാട്ടിലെ 1000 ഒരു 10,000 ഒരു അത്രയൊക്കെ 1000 അത്രയൊക്കെ. പിന്നെ റൊമീന ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് അയച്ചത്. പിന്നെ ഞാൻ എല്ലാം കൂടി എനിക്ക് 300 euro ആയി. 300 euro സാധനങ്ങൾ വാങ്ങിയതും 300 euro. പിന്നെ എനിക്ക് വെയിറ്റ് കൂടുതലായിരുന്നു, 20 kgs ഉണ്ടായി. ഈ റൊമീന നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് 20 kg ആണ്. പിന്നെ ഈ 300 euro എന്ന് ഉദ്ദേശിക്കുന്നത് 300 euro ഉദ്ദേശിക്കുന്നത് എല്ലാം കൂടി. അതായത് ഇപ്പം നാട്ടിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ അച്ചാറ് പറഞ്ഞിട്ടൊക്കെ പൊടികളെല്ലാം അതെല്ലാനും വാങ്ങിച്ചത് അടക്കം, അത് നാട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചടക്കം ഇവിടെ കൊണ്ടുവന്ന് ചാർജാണ് നമ്മൾ പറഞ്ഞത് 300 euro. അതായത് നാട്ടിൽ ഒരു 30, 31, 32 രൂപ എടുത്തു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല ഗൈസ്. അപ്പോൾ ഇത് ജർമ്മനിലുള്ള കുറേ പിള്ളേർക്ക് ഇതേപോലെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഇൻഫോർമാറ്റീവായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ബൈ ഗൈസ്.